ഗൈസ്, എൻ്റെ പേര് രാഹുലാണ്. ഞാനിപ്പം ഒരു വെഡിങ് സ്റ്റുഡിയോ പോലെ ഇതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഓൺ ചെയ്യുന്നു. അല്ലാതെ പാഷൻ മോട്ടോർ സൈക്കിൾസ് ആണ്. വണ്ടി വർക്ക് ചെയ്യും, അല്ലാണ്ട് റേസിങ്ങിലോട്ടും താല്പര്യമുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഇപ്പം 2 ഡോഗ്സ് ഉണ്ട്. അത് ഒരു പഗ് ഡാഷ് ക്രോസ്, പിന്നെ എൻ്റെ കയ്യിലുള്ള ഇപ്പം ഈ ജർമ്മൻ ഷെപ്പേർഡ്. പഗ് ഡാഷ് ക്രോസിൻ്റെ പേര് ടോറിയും ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പേര് ജ്യൂസും ആണ്. ജർമ്മൻ ഷെപ്പേർഡിന് ഇപ്പം അന്ന് 2 വയസ്സോളം ആയി കാണും. പുള്ളിക്കാരൻ നല്ല ടോപ്പ് ക്വാളിറ്റി ബ്രീഡാണ്. അനുസരണയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം പ്രായത്തിൻ്റെ ചെറിയൊരു കുട്ടിത്തം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ആൾക്ക് നല്ല അനുസരണയാണ്. ടോറി എന്ന് പറയുന്ന പഗ് ഡാഷ് ക്രോസ് എനിക്ക് ഒരു 13 ഇയേഴ്സ് മുന്നേ വാങ്ങിച്ച ഡോഗാണ്. വീട്ടിൽ പട്ടീനെ അങ്ങനെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു, പക്ഷേ കൊച്ചുപ്രായത്തിലൊരു പട്ടിയെ വേണം എന്ന് പറയുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നൊരു ഡോഗാണ്. അതൊരു പഗ്ഗിൻ്റെ ഡാഷിൻ്റെ ക്രോസാണ്. അമ്പലമുക്ക് പ്ലെൻറ്റി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പണ്ട് പോയപ്പം കണ്ട് ക്യൂട്ടായിട്ട് തോന്നി വാങ്ങിച്ചതാണ്. വലിയ സൈസ് വെക്കൂല എന്ന് പറഞ്ഞ് വാങ്ങിച്ച ഡോഗാണ്. പക്ഷേ വാങ്ങിച്ചതിന് ശേഷം എൻ്റെ ഒരു ഡോഗ്സിൻ്റെ അടുത്തോട്ടുള്ള ഒരു സ്നേഹം, ഒരു പാഷൻ കൂടാൻ കാരണം ഈ ഒരു ഡോഗാണ്. പുള്ളിക്കാരി ഇത്തിരി സ്നേഹം കാണിക്കേണ്ട സ്നേഹം കാണിക്കും, ചെറിയ ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് ആറ്റിറ്റ്യൂഡും കാണിക്കും. ഒരു പർട്ടിക്കുലർ സ്വഭാവമാണ്. അനുസരണയുണ്ട്, എന്നാൽ വേണ്ട സമയത്തേ കേൾക്കുള്ളൂ. ലവിങ് ആണ്, ഭയങ്കര പാമ്പർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കിടന്നൊക്കെ തരും, എപ്പോഴും എടുത്ത് തന്നെ ഇങ്ങനെ വയറൊക്കെ കമന്ന് വയറ് കാണിച്ചു തരും, ചൊറിഞ്ഞു കൊടുക്കാനൊക്കെ. പിന്നെ ഓവറോൾ പീസ്ഫുൾ ആണ് ഡോഗ്, വേറെ കുഴപ്പമൊന്നുമില്ല. കെയറും കാര്യങ്ങളും മിനിമലാണ്. ക്രോസ് ബ്രീഡ് ആകുമ്പം കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും, കുറേയും കൂടെ പ്യുവർ ലൈൻസിനെക്കാട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ക്രോസ് ബ്രീഡ്സും ഡോഗ്സ്. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വന്നിട്ടില്ല, കെയർ കുറേയൊക്കെ എളുപ്പമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ഡോഗിൻ്റെ കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഒരു വൈറ്റ് ലാബ് ഉണ്ടായിരുന്നു. എനിക്കൊരു 7 വർഷം മുന്നേ കിട്ടിയ ഡോഗാണ്, വാങ്ങിച്ചതല്ല. ഈ കുറച്ച് അടുത്തായിട്ട് തന്നെ എവിടെയോ കൊണ്ട് ഉപേക്ഷിച്ചൊരു ഡോഗാണ്. ലൈക്ക് അത് കുറച്ച് ഏജായി. നമ്മൾ ഈ ഡോഗ്സിൻ്റെ ഇടയിൽ ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ നടക്കാറുണ്ട്. ലൈക്ക് ബ്രദർ സിസ്റ്റേഴ്സ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡായി ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. ആ ഡോഗ്സിൽ കുറച്ച് അബ്നോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയാലും എല്ലാത്തിലും അങ്ങനെ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. ഇൻബ്രീഡിങ്ങിൽ ഡോഗ് പെർഫെക്റ്റ് ആയിരിക്കില്ല. മേ ബി ബ്രെയിൻ ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ ഗ്രോത്ത് ഡിസ്ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും പറ്റും. അപ്പോൾ ഈ ഡോഗ് പ്രോബ്ലി എന്താണ് കോസ് എന്ന് അറിഞ്ഞാൽ, നമുക്ക് ഡോഗിനെ കിട്ടിയ സമയത്ത് ഡോഗ് വന്ന് നല്ല നീറ്റായിരുന്നു, നഖം എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെൽ ടേക്കൻ കെയർ ഓഫ് ആയിരുന്നു ആ ഡോഗ്. പക്ഷേ ആ ഡോഗിന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ രജിസ്റ്റർ ആവില്ല, പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല. പിന്നെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ട്യൂമർ പോലത്തെ ചെറിയ ഗ്രോത്ത്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ കൊണ്ട് ഉപേക്ഷിച്ച് പോവുക. അവിടെ ഒരു സ്ഥലത്ത് റോഡിൻ്റെ നടുവിലേ കിടക്കുള്ളൂ, വണ്ടി വന്നാലും മാറില്ല, ആരടുത്താലും വയലൻസ്, ഇത്തിരി ദേഷ്യമാണ് ഡോഗിന്. അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ഡോഗ്സിൻ്റെ അടുത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. എൻ്റെ പഗ് ഡാഷ് ക്രോസ് വാങ്ങുന്നതിന് മുന്നേ എനിക്ക് ഡോഗ്സിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഇണക്കാനുള്ള കുറച്ച് ടെക്നീക്സൊക്കെ അറിയാം. സോ അമ്മ ഒരു ദിവസം പറഞ്ഞ് കണ്ടു പാവം തോന്നി, അമ്മ പറഞ്ഞു എടാ നീ അതിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് അടുത്തിരുന്നു, ഒരുപാട് ക്ലോസ് പോയില്ല, അടുത്തിരുന്ന് പയ്യെ സ്മെല്ല് കൊടുത്ത്. ഈ ഡോഗിൻ്റെ സ്മെല്ല് എൻ്റെ ദേഹത്ത് എന്തായാലും കാണും. അപ്പം എൻ്റെ കയ്യിലൊരു ഡോഗ് ഉണ്ടെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഞാനൊരു സ്മെല്ല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ആയി. വിളിച്ചപ്പോൾ കൂടെ വന്നു. 7 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തൃശ്ശൂർ പൂരം ഇവിടെ ഇത്തിരി മഴയും മിന്നലും, പുള്ളിക്കാരൻ മിന്നലും പടക്കമൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ മിന്നലായിരുന്നു, ഞാൻ പൂരം കാണാൻ പോയിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ മിന്നൽ കാരണം പേടിച്ച് ബാക്കിലായിരുന്നു ഇട്ടിരുന്നത്. ഇതിൻ്റെ സൈഡിൽ എവിടെ കയറി കഴുത്ത് കുരുങ്ങി ടെൻഷനായി. പ്രായമുണ്ട് ഡോഗിന്, അപ്പം അറ്റാക്ക് പോലെ എന്തോ വന്ന് മരിച്ചുപോയി. അപ്പം അവൻ പോകുന്നതിന് മുന്നെയാണ് ഞാൻ ജർമ്മൻ ഷെപ്പേർഡിന് എടുത്തത്. എനിക്ക് ജർമ്മൻ ഷെപ്പേർഡ് പണ്ട് തൊട്ടേ ഉള്ളൊരു ക്രേസാണ് ജർമ്മൻ ഷെപ്പേർഡ് എടുക്കണമെന്ന്. കാരണം ഞാൻ കൊച്ചിലായിരുന്നപ്പം, ഞാൻ ഇവിടെ അല്ല താമസിച്ചത്, മണ്ണാമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ്റെ കയ്യിൽ, അവിടെ അടുത്ത് താമസിക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു, ജിമ്മി എന്നായിരുന്നു പേര്. കൊച്ചിലെ ഡോഗിനെ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ വലിയൊരു സാധനം നമ്മുടെ പുറകെ വരുന്നു. പക്ഷേ ആ ഡോഗിന് എൻ്റെ അടുത്ത് സ്നേഹമായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആര് വന്ന് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ചാടി വന്നാൽ പെട്ടെന്ന് അറിഞ്ഞൂടാത്ത ആരായാലും ഒന്ന് പേടിച്ചു പോകും. അപ്പോൾ അതേപോലെ കൊച്ചിലെ ഞാനും പേടിച്ചു. അപ്പോൾ ഈ പട്ടി എന്നെ ഓടിക്കുന്നത് ഇതുവരെ കടിച്ചിട്ടില്ല. പക്ഷേ ഇവൻ ദേഹത്ത് ചാടുന്ന സ്നേഹം കൊണ്ട് ദേഹത്ത് ചാടുന്ന പോലെ അതും എൻ്റെ ദേഹത്ത് ചാടി എന്നെ തള്ളി തറയിടുമായിരുന്നു. കാരണം ഞാൻ സൈസിൽ ചെറുതാണ്. അപ്പോൾ ഇതും ദേഹത്ത് നക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് ആ പ്രായത്തിൽ ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഡോഗിന് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ഇതേപോലെ പടക്കം ശബ്ദമൊക്കെ കേട്ട് അതിനെന്തോ എപ്പിലെപ്സി വന്നത് മരിച്ചുപോയി, പണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഡോഗിൻ്റെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ലാത്തൊരു വിഷമം ഇടയ്ക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡോഗിൻ്റെ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട് ജർമ്മൻ ഷെപ്പേർഡ് എടുക്കാൻ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു പ്യുവർ ബ്രീഡ് ഡോഗ് തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നെടുമങ്ങാട് ഒരു വൈശാഖം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ജൂനിയർ ചെക്കൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ അത് ഫീമെയിൽ ഡോഗിൻ്റെ ഓണറാണ്. ഇവൻ്റെ മെയിൽ ഇവിടെ വട്ടിയൂർക്കാവ് അപ്പു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്,
പുള്ളിക്കാരൻ ഫേമസ് ആണ് ഇവിടെ ട്രിവാൻഡ്രത്ത് ജർമ്മൻ ഷെപ്പേർഡ് ട്രെയിനിങ് ചെയ്യുന്ന 2 പേരിൽ ഒരാളാണ് അപ്പുചേട്ടൻ. അപ്പുചേട്ടൻ്റെ 2 മെയിൽ ഡോഗ്സ് ഉണ്ട്. ആ മെയിൽ ഡോഗ്സിൻ്റെ ഒരു മെയിലിൻ്റെ കുട്ടിയാണ് ആ പുള്ളിക്കാരൻ്റെ ഇരിക്കുന്ന 2 മെയിൽ ഡോഗും ഫാദറും സണ്ണുമാണ്. ആ സണ്ണിൻ്റെ കുട്ടിയാണ് ഇവൻ. ഫാദർ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ അടിച്ച ഡോഗാണ്, 4 CC കഴിഞ്ഞു. ആ ഫാദറിൻ്റെ ഫാദർ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ വേൾഡ് ഇൻ്റർനാഷണൽ ചാമ്പ്യനാണ്. പെഡിഗ്രി ഡോഗ്സിലൊക്കെ ഉള്ളതാണ്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും ഡോഗിനെ. അപ്പം റാഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ കെനൽ വളരെ ഫേമസ് ആണ്. ആ ഒരു എന്താ പറയുക, ഒരു വളരെ റിനൗണ്ട് ആയിട്ടുള്ളൊരു ലിനേജിൽ കീഴിൽ വരുന്ന ഒരു പുള്ളിക്കാരനാണ് ഇവൻ. പക്ഷേ ഞാനത് അറിഞ്ഞില്ല ഡോഗ് എടുത്ത സമയത്ത്. ഞാനത് കൂട്ടുകാരൻ പരിചയം വഴി എടുത്തു. ഇവൻ്റെ മദറിൻ്റെ ഓണർ സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഒരു സിസ്റ്ററും ഉണ്ട്. 2 കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പുള്ളിക്കാരനൊരു വീട് വെക്കലായി, കോവിഡായപ്പം കുറച്ച് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഡോഗിനെ നോക്കാൻ പറ്റാതായപ്പോഴാണ് എനിക്ക് തന്നത്. അപ്പോൾ കിട്ടിയ സമയത്ത് ഡോഗ് കുറച്ച് മാൽന്യൂട്രീഷൻ്റെ ആയിരുന്നു, മറ്റേ വേംസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ കൈ കിട്ടി ഒരു 1 വീക്ക് കഴിഞ്ഞില്ല, ഭയങ്കര നല്ല രീതിയിൽ ഫുഡും കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആൾ റിക്കവറായി. അപ്പോൾ എനിക്കും അവൻ്റെ അടുത്തൊരു കോൺഫിഡൻസ് വന്നു. എൻ്റെ അടുത്ത് പക്ഷേ ഭയങ്കര സ്നേഹമാണ്. ഞാനില്ലെങ്കിൽ അവന് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഒരു സമയത്തിന് കൂടുതൽ വെളിയിൽ പോയാലും ഇവിടെ ഫ്രണ്ടിൽ ഒന്ന് നിന്ന് ഗേറ്റിലോട്ടൊക്കെ നോക്കിയിരിക്കും, അകത്ത് കയറാണ്ട് വെളിയിൽ തന്നെ ഇരിക്കും. ഇവിടെ വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഇവിടെ ഇത്ര പേരുണ്ടെങ്കിലും വേറെ ഡോഗ്സ് കൂടെ കളിക്കാനുണ്ടെങ്കിലും അങ്ങനെ പോവില്ല, എൻ്റെ കൂടെ തന്നെ ഇരിക്കും. ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ വന്ന് വെറുതെ ഇരിക്കും. ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് അവർ. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഒരു അമ്മയ്ക്ക് ഒരു കൊച്ചിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതേപോലെ ഒരു പ്രൊട്ടക്റ്റീവ് മൈൻഡാണ്. അപ്പം ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇരിക്കും. പക്ഷേ ഞാൻ നടന്നു മാറി എന്നെ കാണാത്ത സമയമാകുമ്പോൾ അവൻ ആ പൊസിഷനിൽ നിന്ന് എണീറ്റ് വരും. കാരണം അവൻ ഒരേ ചെയ്യുമ്പോൾ അത് മാറും, ആയിട്ടിരിക്കും. നമ്മൾ ഇവിടെ വിഷ്വലിൽ നിന്ന് മാറിയാലും അനുസരണമായിട്ടിരിക്കും. പക്ഷെ ഇപ്പം ആ ഒരു കുട്ടിത്തുള്ളതുകൊണ്ട് അവനൊരു ടെൻഷനുണ്ട്. പിന്നെ സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കാൻ താല്പര്യമില്ല. വെള്ളത്തിൽ ഇറങ്ങി നീന്താനും അലമ്പത്തരം കാണിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിർത്തി കുളിപ്പിക്കുന്നത് പുള്ളിക്കാരന് ഇഷ്ടമല്ല. കുളിപ്പിക്കാൻ പോകുമ്പോഴേ എന്നെ നീ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു നോട്ടമാണ് എപ്പോഴും തരുന്നത്. കുളിപ്പിച്ച് തീർന്നു കഴിഞ്ഞാൽ തോർക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തോർത്തിട്ട് നമ്മളിരിക്കും ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. പിന്നെ എന്താ പറയുക, ഓവറോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ഡോഗാണ്. ഞാനിത് എടുത്തതിന് ശേഷം എനിക്കും എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. എനിക്കും ഞാൻ പറഞ്ഞ പോലെ ഈ റേസിംഗ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ബാഡായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റി. ഒരു കാർ എന്നെ ഇടിച്ചായിരുന്നു. ഡ്രൈവിംഗ് അല്ലായിരുന്നു, സരസ്വതിയിലെ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു സ്വിഫ്റ്റ് എന്നെ വന്ന് ഇടിച്ചായിരുന്നു. ആ ഒരു കുറച്ച് പ്രായമുള്ളൊരു പുള്ളിക്കാരനാണ്. അങ്ങനെ ഇത്തിരി ടെൻഷൻ എന്തോ ആയി, ഇവിടെ ഉള്ള ആളല്ല, അപ്പോൾ റോഡ് പരിചയമില്ല, ഇത്തിരി ടെൻഷനായി കൺട്രോൾ എൻ്റെ ദേഹത്ത് കയറി ഇടിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുട്ടിലും കയ്യിലും പൊട്ടലുണ്ടായിരുന്നു. പിന്നെ ഇടിയുടെ ആഫ്റ്റർ എഫക്റ്റ് നടുവിനും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവൻ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും ആകെപ്പാടെ ഡള്ളായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ ഇവനെ എടുത്തതിന് ശേഷമാണ് കുറച്ചും കൂടെ ഒരു എനർജി എൻ്റെ ലൈഫിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇവനെ വാക്കിംഗ് കൊണ്ടുപോയേ പറ്റൂ എന്ന് എനിക്ക് അറിയാവുള്ളതുകൊണ്ട് ഞാൻ തന്നെ എന്താ പറയുക, ഫിസിയോതെറാപ്പിയിലൊക്കെ എൻറോൾ ചെയ്തു. എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് കുറേയും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെക്കാട്ടും ഭയങ്കര ബെറ്ററായി. ഇപ്പം വാക്കിംഗ് ആണ് എനിക്ക് പറഞ്ഞിട്ടുള്ള എക്സസൈസ്. അപ്പം 45 മിനിറ്റ്സ് ഡെയിലി വാക്ക് ചെയ്യണം. അപ്പോൾ ഇവനും കൂടെ വരും. അതൊരു സന്തോഷമാണ്. വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗും മാസ്റ്ററും തമ്മിൽ ബോണ്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. അത് വെളിയിൽ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു ഡോഗിന് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് ഒറ്റയ്ക്ക് പോകണ പോലെ അല്ല, അതിന് മാസ്റ്ററിൻ്റെ കൂടെ പോകണം. മാസ്റ്ററിൻ്റെ കൂടെ പോകുമ്പോൾ അതിനൊരു ധൈര്യമാണ്. നമുക്കും ഡോഗിൻ്റെ കൂടെ പോകുന്ന ഒരു ധൈര്യമാണ്, ഡോഗിന് നമ്മുടെ കൂടെ പോകുന്ന ഒരു ധൈര്യമാണ്. നല്ല രസമാണ്. അത് വാക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. വാക്കിംഗ് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അന്ന് ഫുള്ളും കെട്ടിപ്പിടിക്കലും നക്കലൊക്കെയാണ്. ഭയങ്കര സ്നേഹമായിരിക്കും, അടുത്തൊന്നും മാറില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഞാൻ അവന് വല്ലപ്പോഴും റോ മീറ്റ് കൊടുക്കാറുണ്ട്. ചിക്കനെ ഫീഡ് ചെയ്യുള്ളൂ റോ. മട്ടൺ, ബീഫ് അങ്ങനത്തെ റെഡ് മീറ്റ്സ് കൊടുക്കാറില്ല റോ. കാരണം റെഡ് മീറ്റിൽ വേംസ് വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന്. പിന്നെ ഡീവർമിങ് ചെയ്യാറുണ്ട്. റോ മീറ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ വൺസ് ഇൻ 2 months അല്ലെങ്കിൽ 1.5 months ഇടയിൽ ഡീവർം ചെയ്യാറുണ്ട്. മിക്ക ആൾക്കാരും ഡോഗിന് ഒരു റിവാർഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ പട്ടിണിക്കിടും, എന്നാലേ ഫുഡിൻ്റെ അടുത്തുള്ള ഒരു ആക്രാന്തം വരുള്ളൂ. അപ്പം സിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ അവൻ ഉടനെ ഫുഡ് കിട്ടുന്ന അവനറിയാം. അപ്പോൾ അവൻ അത് കേൾക്കും. ആ റിവാർഡ് സിസ്റ്റമാണ് ഫുഡ്. അപ്പം പറയുന്ന കാര്യം കേൾക്കുമ്പോൾ പുള്ളിക്കാരന് ഫുഡ് കിട്ടുന്ന അറിയാം. അപ്പോൾ അവൻ അത് കറക്റ്റായിട്ട് കേൾക്കും. അപ്പോൾ അത് വർക്കൗട്ട് ആവാൻ വേണ്ടി ഇവർ ചിലപ്പോൾ 3 to 4 days പട്ടിണി കിടത്തും. അപ്പോൾ നമുക്കത് അതാണ് പ്രോപ്പർ വേ ടു ഡൂ ഇറ്റ്, ഇല്ലെന്നല്ല. പക്ഷേ നമുക്കത് ദഹിക്കില്ല. നമുക്ക് ആസ് എ ഡോഗ് ഓണർ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് നോക്കണം. വെളിയിൽ ഒരാൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കാണും. അപ്പം നമ്മുടെ പിള്ളേരാണെങ്കിലും നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടുള്ള പോലെ തന്നെയാണ് ഇവരുടെ അടുത്തുള്ളത്. അപ്പം ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാണ്ട് അല്ലാതെ തന്നെ കുറച്ച് ഫുഡ് വെറൈറ്റി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ ഫുഡും കൊടുക്കുമ്പോൾ അവന് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് വരും, അപ്പോൾ അങ്ങനെയാണ് കുറേയൊക്കെ ഞാൻ ട്രെയിനിങ് ചെയ്തത്. പിന്നെ പുള്ളിക്കാരൻ എന്താ പറയുക, റിലാക്സ്ഡ് ആണ്.
തുടക്കം കുറച്ച് എനർജി ഉണ്ടെങ്കിലും നമ്മളൊരു കാമായി കഴിയുമ്പോൾ അവനും നമ്മുടെ എനർജി ഫീൽ ചെയ്ത് കാം. അപ്പോൾ ഇപ്പം സുഖമായിട്ട് കിടക്കുന്നുണ്ടല്ലോ സൈഡിൽ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. കാരണം ഇപ്പം എൻ്റെ എനിക്ക് ചേച്ചിയാണുള്ളത്. പപ്പ മരിച്ചുപോയി. പപ്പ കുറച്ച് 7 years 8 years ആയി മരിച്ചുപോയിട്ട്. ചേച്ചി ഞാനും അമ്മയാണ്. അപ്പോൾ ചേച്ചി ഒരു 1 year 2 years ബാക്ക് മാരീഡായി. അപ്പോൾ ഞാനും അമ്മയെ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ വെളിയിൽ വർക്കിങ്ങിൽ പോകുന്ന സമയത്ത് നോർമലി ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ ഡോഗ്സ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു കമ്പനിയാണ്. പുള്ളിക്കാരിക്ക് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യില്ല. ഇവർ രണ്ടുപേരും എൻ്റർടൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇപ്പോൾ ഞാനും ഇതേപോലെ അമ്മ ഡേ ടൈം ഓഫീസിൽ പോകുമ്പോൾ മിക്കവാറും ഞാൻ ഈ സ്റ്റുഡിയോ വർക്ക് കാര്യങ്ങളായതുകൊണ്ട് വർക്കില്ലാത്ത ദിവസം ഞാനും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അഗൈൻ എനിക്കും ഇവർ ഡോഗ്സ് ഇല്ലെങ്കിൽ ഞാനും ഒറ്റയ്ക്കായ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഇവരുള്ളതുകൊണ്ട് ആ ഒരു ഫീലിംഗ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ കമ്പാനിയൻഷിപ്പാണ് മെയിനായിട്ട് അവർ തരുന്നത്. പിന്നെ നമുക്ക് എന്തു പറയാം, നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഡൗൺ ആയിട്ടോ എന്തെങ്കിലും സാഡായിട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സാഡായിട്ടിരിക്കുന്നത് ഇവർ കാണും. ഇവർക്ക് മനസ്സിലാവും നമ്മൾ സാഡാണെന്ന്. അപ്പോൾ നമ്മളത് സാഡ്നെസ് മാറാൻ വേണ്ടി ഇവർ അടുത്ത് വന്ന് ഇങ്ങനെ മൂക്കൊക്കെ കിണ്ടി അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മൾ വിചാരിക്കും ജസ്റ്റ് കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ അവർക്കറിയാം നമുക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ. ഞാനും നമ്മൾ ഫാമിലി കാണുന്ന പോലെ ചെറിയ ഉടക്കൊക്കെ കാണും വീട്ടുകാർ തമ്മിൽ. എന്തെങ്കിലും ഒരു ചെറിയൊരു ലെവലിൽ നിന്ന് ദേഷ്യം കൂടുമോ അല്ലെങ്കിൽ ശബ്ദം കൂടുമോ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇടയിൽ കയറി വന്ന് എന്നെ അല്ലെങ്കിൽ അമ്മേനെ തള്ളി മാറ്റും. മാറി എവിടെ പോയിരിക്കും എന്നുള്ള രീതിയിൽ, അടി ഉണ്ടാക്കല്ലേ എന്നുള്ള രീതിയിൽ ഇവർ തന്നെ വന്ന് ഇടയ്ക്ക് ഇടുമ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഒറ്റയ്ക്ക് ആയി പോവില്ല ഒരിക്കലും. വേറെ ആരും ഉപേക്ഷിച്ചാലും പട്ടി നമ്മളെ ഉപേക്ഷിക്കില്ല. പട്ടിക്ക് എന്താ പറയുക, കൊടുക്കുന്ന ഫുഡിന് അതിൻ്റെ നന്ദിയുണ്ട് ഡോഗിന്. അങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം എന്ത് സിറ്റുവേഷൻ വന്നാലും ഇവർ കൈവിട്ട് പോവില്ല എന്ന്. ലൈക്ക് ഞാനാണോ ആദ്യം പോണേ ഇവരാണോ ആദ്യം പോണേന്ന് അറിഞ്ഞില്ല. പക്ഷേ ഞാനാണ് ആദ്യം പോകണമെങ്കിൽ എന്നെ കുഴിയെടുക്കുന്ന അവിടെ ഇവൻ കിടക്കുന്ന എനിക്കറിയാം. രണ്ടുപേരും കൂടെ കാണുന്നറിയാം. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഈ ഡോഗ്സിൻ്റെ അടുത്ത്. അപ്പം ഒരു ഡോഗ് വളർത്താത്ത ഒരാൾക്ക് ആ ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ഒരിക്കലും മനസ്സിലാവില്ല. ഈ ഡോഗ് എടുത്ത ഡോഗിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും. ഡോഗ് എടുക്കാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഡോഗിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും. എൻ്റെ ഫാദർ പേഴ്സണലി ഡോഗിനെ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ കോസ്മോ ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റഡ് ആയത്. പുള്ളിക്കാരൻ ലാസ്റ്റ് നിമിഷം വരെ കൊച്ചു ഡോഗായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം പഗ് ഡാഷ് ക്രോസിനെ കവറിലെങ്കിലും ഇട്ടുകൊണ്ട് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പട്ടീനെ കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ലാസ്റ്റ് നിമിഷം നമ്മളാരെയല്ല കാണണ്ട, ഡോഗിനെയായിരുന്നു കാണണ്ട. ഭയങ്കര കാര്യമായിരുന്നു പുള്ളിക്കാരൻ. എവിടെ പോയാലും ഓഫീസിൽ പോകുമ്പോഴും എപ്പോഴും കൂടെ കാറിലോട്ട് ഇരുത്തി കൊണ്ടുപോകും. അപ്പം അത് തന്നെ ഒരു വലിയ എക്സാമ്പിളാണ് എൻ്റെ ലൈഫിൽ ഒരു മനുഷ്യനും ഒരു ഡോഗും തമ്മിലുള്ള ഒരു ബോണ്ടേ. അപ്പോൾ അങ്ങനെയാണ്. ഡോഗ് ഭയങ്കര ലവിങ് ക്രീച്ചേഴ്സാണ്. നമുക്ക് അവരുടെ നിന്ന് ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഡോഗ്സിൻ്റെ എന്നാണ് പഠിക്കാൻ പറ്റുന്നത്.